Hi all, welcome back. ഇത് മൈസൂർ പാലസ്ക്ക് പോകുന്ന റോഡ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ദസറ ടൈം ആയതുകൊണ്ട് മൈസൂർ റോഡും പിന്നെ പാലസിലോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ആക്കിന്. അപ്പോൾ അത് കാണിച്ചിട്ടായിട്ട് നമുക്ക് ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ വീഡിയോയിലേക്ക് പോവാം. ദസറ ഹോളിഡേയ്സിൽ ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായി. അപ്പോൾ ദസറ ലീവ് കഴിഞ്ഞ് വന്നതിൻ്റെ പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്യാനുണ്ടായി. അപ്പോൾ ആ ഓർഗനൈസേഷൻ എങ്ങനെ ചെയ്തതെന്ന് നിങ്ങളൊന്നിച്ചിട്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ വീഡിയോ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് ഫ്രിഡ്ജ് ഓർഗനൈസ് ആക്കുന്നൊരു വീഡിയോ. ഇതാണ് എൻ്റെ ഫ്രിഡ്ജ്. വേൾപൂളിൻ്റെ 360 ലിറ്ററിൻ്റെ ഫ്രിഡ്ജ് ഇത്. പിന്നെ ഡബിൾ ഡോർ ഫ്രിഡ്ജും. ഒരു ചെറിയ ഫാമിലിക്ക് ഇത്രക്കുള്ള ഫ്രിഡ്ജ് മതിയാവും. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഞാനൊരു സിസറും പിന്നെ ഒരു ഗ്ലൗസും ഇതുപോലെ ഹാങ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ് വെക്കുമ്പോൾ രണ്ട് സൈഡിലും കുറച്ച് സ്പേസ് വെച്ചിട്ട് വെക്കുന്നത് നല്ലത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് താഴത്തെ ഷെൽഫിൽ എന്തുണ്ടെന്ന് നോക്കാം. ഇതിൽ 3 റാക്ക് തന്നിട്ടുണ്ടായിന്. ഒരു റാക്ക് ബോട്ടിൽസ് മാത്രം വെക്കാനുള്ളത്. അപ്പം ഞാനത് യൂസ് ചെയ്യുന്നില്ല. അത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സ്പേസ് കുറവ് കിട്ടുന്നുണ്ടായിന്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഫ്രീസറിൻ്റെ താഴെയുള്ള ഈ പ്ലേസ് ഏറ്റവും കോൾഡസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഞാനിവിടെ ഡയറി പ്രോഡക്ട്സ് മാത്രം ഇതുപോലെ ഓരോരോ കണ്ടെയ്നേഴ്സിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ചീസ്, ബട്ടർ അതുപോലത്തെ എല്ലാ പ്രോഡക്ട്സ് ഇവിടെ തന്നെ വെച്ചിട്ടുള്ള. അതേപോലെ ഫുഡ് കളേഴ്സും ഞാൻ ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് തേൽ ലെഫ്റ്റ് ഓവർ ഫുഡ് വെച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് താഴേൽ ഈ ഒരു ബാസ്ക്കറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെ വെച്ചിട്ടുള്ളത്. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സെല്ലാം ഇതിൽ വെക്കൽ. അത് കഴിഞ്ഞിട്ട് ഈ 3 കണ്ടെയ്നറിൽ ഒന്നിൽ കൊറിയാണ്ടർ ലീവ്സും കറി ലീവ്സും പിന്നെ ഗ്രീൻ ചില്ലി ഇത് നല്ലോണം ടിഷ്യൂവിൽ കവറാക്കിയിട്ട് ഇതുപോലെ സ്റ്റോർ ആക്കിയിട്ട് വെച്ചിട്ടുള്ള. അപ്പോൾ എനിക്കിത് എന്തായാലും ഒരു 15 ഡേയ്സ് എത്തലുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് തേൽ ഫ്രൂട്ട്സ് വെക്കാനുള്ള റാക്കുള്ളത്. അപ്പോൾ അതിൽ വെറും ഫ്രൂട്ട്സ് മാത്രം ഇതുപോലെ സ്റ്റോർ ആക്കിയിട്ട് വെക്കുന്നുള്ളത്. നെക്സ്റ്റത്തേത് വെജിറ്റബിൾ റാക്ക്. അപ്പോൾ അതിൽ വെറും വെജിറ്റബിൾസ് മാത്രമേ വെക്കുന്നുള്ളൂ. ഒരു സൈഡിൽ ടൊമാറ്റോസ് ഇതുപോലെ വെക്കുന്നത്. പിന്നെ ഇത് ലെമണ് ഞാൻ പേപ്പറിൽ റാപ്പാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറേ ദിവസം എനിക്കത് എത്തുന്നു. പിന്നെ മറ്റേ സൈഡിൽ ഇതുപോലത്തെ വെജിറ്റബിൾസ് എല്ലാം ഈ ബാഗിൽ ഞാൻ എടുത്ത് വെക്കുന്നുള്ളത്. പിന്നെ ഞാൻ വെജിറ്റബിൾസ് വെറും 15 ഡേയ്സിക്ക് ഒന്നിച്ചിട്ട് വാങ്ങുന്നത് കൊണ്ട് എല്ലാം ഒന്നിച്ചിട്ട് മെസ്സാകുന്നത് കൊണ്ട് ഇതുപോലത്തെ ബാഗിൽ വെക്കുന്നത് കൊണ്ട് എനിക്ക് നീറ്റായിട്ട് എടുക്കാൻ പറ്റുന്നു. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ആക്കിയത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ആക്കാം. ഇതിലൊരു 12 ബാഗ്സ് കിട്ടുന്നു. അപ്പോൾ നമുക്ക് എല്ലാ വെജിറ്റബിൾസും അതേപോലെ ഫ്രൂട്ട്സും ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് സ്റ്റോർ ആക്കിയിട്ട് വെക്കാം. അതേപോലെ ഫ്രിഡ്ജിൽ അപ്പോൾ ഇതുപോലെ വെക്കുമ്പോൾ നീറ്റായിട്ട് നമുക്ക് സെഗ്രിഗേറ്റ് ആക്കിയിട്ട് വെക്കുക. ആവശ്യമുള്ളത് പാങ്ങല എടുക്കാനും കഴിയും. പിന്നെ ഇതിൽ മോയ്സ്ചർ കൺട്രോൾ ഉണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെച്ചാൽ മതി. ഇനി ഡോറിൽ എന്തെല്ലാം വെച്ചിട്ടുണ്ടെന്ന് നോക്കാം. പിന്നെ എല്ലാ റാക്കിലും ഞാൻ ഇതുപോലെ ഷീറ്റ് വെച്ചിട്ടായ പിന്നെ സ്റ്റോർ ആക്കിയിട്ടില്ല. അപ്പോൾ ക്ലീൻ ആക്കാൻ ഈസി ആവുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴത്തെ ഷെൽഫിൽ വെറും സോസസും സ്പ്രെഡ് പിന്നെ തൈന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വെച്ചിട്ടുള്ള. മിഡിലത്തെ ഈ റാക്കിൽ കെച്ചപ്പും തൈരും പിന്നെ
ഈ ഒരു ബോക്സിൽ ഞാൻ യൂസ് ആക്കിയ കോക്കനട്ട് സ്റ്റോർ ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൽ ഈ ഒരു ചെറിയ ഷെൽഫ് ഉണ്ട്, ഇതിന് മെഡിസിൻസ് മാത്രം സ്റ്റോർ ആക്കാനുള്ളത്. പിന്നെ മുകളിലത്തേൽ ഞാൻ മുട്ട ഇതുപോലെ അറേഞ്ച് ആക്കി വെച്ചിട്ടുള്ളത്. ഇനി ഫ്രീസർ സെക്ഷനിൽ എന്തെല്ലാം വെച്ച് നോക്കാം. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഇതൊരു ഐസ്ക്രീം ട്രേ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിൽ ഐസ്ക്രീമെല്ലാം ഇട്ട് വെക്കുന്നുള്ളത്. പിന്നെ ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഫ്രീസറിൽ വെച്ചിട്ടില്ല. പിന്നെ നോൺ വെജും ഫിഷും എല്ലാം ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് ഞാൻ അറേഞ്ച് ആക്കിയിട്ട് വെക്കുന്നത്. അപ്പം നീറ്റായിട്ട് ഉണ്ടാവും. താഴെ ഒരു പേപ്പറും വെച്ചിട്ടുണ്ട്. പിന്നെ ഡോറിൽ ഈ ഒരു ബോക്സിൽ ഐസ് കാൻഡീസ് ഞാൻ ഇതിൽ വെക്കൽ. പിന്നെ താഴെ യൂസ് ആക്കിയിട്ടുള്ള പൗഡേഴ്സ്, പിന്നെ എക്സ്ട്രാ മൊസറല്ല ചീസ് അതുപോലത്തെ സാധനം ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ ഫ്രീസറിനെ ഓർഗനൈസ് ആക്കിയിട്ട് വെക്കുന്നുള്ളത്. അപ്പോൾ ഇത് എൻ്റെ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ആക്കാനും ഷെയർ ആക്കാനും മറക്കണ്ട. പിന്നെ ഇതുവരെ ഈ വീഡിയോ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ആക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണോ. പിന്നെ ആ റെഡ് ബെൽ ബട്ടണും കൂടി. അപ്പോൾ ഇനി നെക്സ്റ്റത്തെ വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.